നമ്മുടെ KPCC ആസ്ഥാനത്ത് കൂട്ടച്ചിരി പടർന്നിരിക്കുകയാണ്. അതിനെയും ആരെ കുറിക്കാനുള്ള കൂട്ടച്ചിരിയാണെന്നുള്ളത് അധികം വൈകാതെ തന്നെ അറിയാം. സണ്ണി ജോസഫ് എന്ന മഹാൻ അങ്ങനെ KPCCയുടെ സംസ്ഥാന അധ്യക്ഷനായി അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനിയാണ് അങ്ങോട്ട് കാര്യങ്ങൾ മുന്നേറാൻ പോകുന്നത്. ഒരാളെ പാരവെച്ച് പുറത്താക്കിയ ആനന്ദലപ്തിയിൽ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം KPCC ആസ്ഥാനത്തുണ്ടായിരുന്നു. ഇതൊരു സുഖമാണ് ഒരാളെ പാരവെച്ച് പുറത്താക്കുമ്പോൾ അനുഭവിക്കുന്നത്. പിന്നെ കോൺഗ്രസ്സുകാർക്കിത് കുലത്തൊഴിലാണ്. ഒരാളെ സ്വസ്ഥമായി ജോലി ചെയ്യാൻ അനുവദിക്കാതെ എങ്ങനെ പാരവെച്ച് പുറത്തു ചാടിക്കാം എന്നുള്ളത്. അങ്ങനെ ഒടുവിൽ സുധാകരനും അതിൻ്റെ ഇരയാകുകയും ചെയ്തു. സണ്ണി ജോസഫ് ചിരിച്ചൊക്കെയാണ് കണ്ണൂരിൽ നിന്ന് വണ്ടി കയറിയിരിക്കുന്നത്. MP ഗോവിന്ദൻ്റെ ജില്ലയിൽ നിന്ന് തന്നെയാണ് ഇങ്ങോട്ട്. അപ്പോൾ രണ്ട് പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർ, ഒരാൾ സംസ്ഥാന സെക്രട്ടറി, ഒരാൾ സംസ്ഥാന അധ്യക്ഷൻ, രണ്ടുപേരും കണ്ണൂർ ജില്ലയിൽ നിന്ന് വരികയാണ്. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ മുരളീധരൻ പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ പേരും സണ്ണി ജോസഫിൻ്റെയും അതുപോലെ ആൻ്റണിയുടെയും പേര് ഈ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നപ്പോൾ തന്നെ മുരളീധരൻ പറഞ്ഞ എന്താണ്, പത്രത്തിലെങ്കിലും പടം കണ്ടാൽ തിരിച്ചറിയണം ആൾക്കാർ, അങ്ങനെയുള്ളവരെ ആയിരിക്കണം ഇതിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന് പറഞ്ഞു. മുരളീധരൻ നല്ല മുന വെച്ച വർത്തമാനം തന്നെയാണ് പറഞ്ഞത്. കൊള്ളേണ്ടവർക്ക് കൊള്ളും. മുരളീധരന് കുറച്ച് തൊപ്പി ഇങ്ങനെ തുന്നി അങ്ങോട്ടേക്ക് ഇട്ടുകൊടുത്തു സദസ്സിലേക്ക്. ആർക്കാണോ അത് ഉചിതം ചേരുന്നതെന്ന് വെച്ചാൽ എടുത്ത് തലയെ വെച്ചോളൂ. നമ്മുടെ കരുണാകരൻ ഇങ്ങനല്ലേ, കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമെങ്കിലും അതിനകത്തൊക്കെ പലതും വായിച്ചെടുക്കാനുണ്ട്. എന്നിട്ട് കരുണാകരൻ്റെ സ്വതസിദ്ധമായ ഒരു ചിരിയും ഒരു കണ്ണിറുക്കലും ഒക്കെയുണ്ട്. അതൊക്കെ പത്രപ്രവർത്തകർക്കൊക്കെ അറിയാവുന്ന കാര്യവുമാണ്. അപ്പോൾ ആ കരുണാകരൻ്റെ മകൻ തന്നെയാണ് ഇപ്പോൾ ഇന്ന് ഈ KPCC ആസ്ഥാനത്തെ മുഴുവൻ പിടിച്ച് കുലുക്കിക്കൊണ്ട് ചിരിപ്പിച്ച് മുമ്പോട്ട് പോയിരിക്കുന്നത്. പ്രസംഗത്തിൻ്റെ ഒടുവിൽ അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞവർക്കൊക്കെ ഭാവി ശോഭനമാകട്ടെ എന്ന് ആശംസിച്ചു. സ്ഥാനമൊഴിഞ്ഞവരുടെ ഭാവി ശോഭനമാകട്ടെ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിൽ എത്ര പ്രായമായാലും അവരെല്ലാവരും വലിയ ചെറുപ്പത്തോടുകൂടി പിന്നെയും നിൽക്കുന്ന പറയുന്നത്. കടൽക്കിഴവന്മാരായാലും അവർക്ക് പിന്നെയും ഭാവിയുണ്ട്. അവിടെ ഭാവി ശോഭനമാകട്ടെ എന്ന് പറഞ്ഞതിലും നമുക്ക് അത് കൊള്ളേണ്ടിടത്ത് കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ സണ്ണി ജോസഫിനോട് പ്രത്യേകം പറഞ്ഞു, കേരളത്തിൻ്റെ മുഴുവൻ ആളായിട്ടിങ്ങനെ നിൽക്കുകയാണ്, സ്വന്തം മണ്ഡലത്തിൻ്റെ കാര്യം കൂടി നോക്കിക്കോണമെന്നും കൂടെ പറഞ്ഞു. സ്വന്തം മണ്ഡലത്തിൽ നിന്നും കൂടെ ജയിച്ചു വരാൻ പറ്റണം, അത്തരത്തിലായിരിക്കണം നോക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തെയും കാര്യങ്ങൾ നോക്കിപ്പോയി ഒടുവിൽ സ്വന്തം മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയാത്തൊരവസ്ഥ വരരുത് എന്നും കൂടി മുരളീധരൻ പറഞ്ഞ വാക്കുകളെല്ലാം വരികൾക്കിടയിൽ കൂടെ വായിച്ചെടുക്കേണ്ടതാണ്. അത് അർത്ഥഗർഭമായിട്ടുള്ളതാണ്, കുറിക്കുകൊള്ളുന്നതാണ്, മുന വെച്ച് പറയുന്നതാണ്. സദസ്സിലുള്ളവരൊക്കെ അങ്ങനെ ഉറഞ്ഞ് തുള്ളിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഈ ഇനിയിപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. 2026 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഭാവി മുഖ്യമന്ത്രിയെ ഇവിടെ വരവേൽക്കാനുള്ള യോഗം സണ്ണി ജോസഫിനുണ്ടാകട്ടെ എന്നും കൂടെ പറഞ്ഞു. അതൊക്കെ വലിയ ഹർഷാരവത്തോടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കോൺഗ്രസ്സുകാരന്മാരല്ലേ പാരവയ്ക്കുന്നതിൽ സമർത്ഥന്മാരായിട്ടുള്ളവരാണ്. സ്വന്തം പാർട്ടിയെ ഒറ്റുകൊടുക്കുന്ന ഇതുപോലെ ലോകത്താരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർ മാത്രമാണ്. അപ്പം മുമ്പിരുന്ന KPCC പ്രസിഡന്റുമാർക്കൊന്നും സമീപകാലത്തൊന്നും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സണ്ണി ജോസഫിന് 2026 നമ്മുടെ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഒരു യോഗം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു. പിന്നെ എന്തിന് എപ്പോഴും ഒരു പറച്ചിലുണ്ട്, ഞങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നു, ഞങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നു. ആ പറച്ചിലൊന്നും വേണ്ട.
അത് കാണിച്ചു കൊടുത്താൽ മതി എന്നാണ്. മുരളിക്കറിയാം പലരും കാലുവാരുന്ന സ്വഭാവമുണ്ടെന്ന്. തൃശ്ശൂർ തന്നെ കാലുവാരി എന്ന് മുരളി പറഞ്ഞിട്ടുണ്ട്. വടകരയിൽ ഇപ്പോൾ ഷാഫിയുടെ ഗ്രാഫ് ഉയർന്നു. എൻ്റെ ഗ്രാഫ് തൃശ്ശൂരിൽ താഴേക്ക് പോയി, പ്രതാപൻ്റെ ഗ്രാഫും താഴേക്ക് പോയി എന്ന് പറയുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് അർത്ഥമാക്കുന്ന എന്താണ്? എന്നെ പാര വെച്ച് തകർത്തു എന്ന് തന്നെയാണ്. മാറ്റമില്ലാത്ത കാര്യമാണ്. കോൺഗ്രസിൻ്റെ രക്ഷകനായിട്ട് എപ്പോഴും നിൽക്കുന്ന ആളാണ് മുരളീധരൻ. വട്ടിയൂർക്കാവിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു മുരളീധരൻ. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഉടനെ വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയ്ക്ക് വണ്ടി കയറ്റി. വടകരയിൽ അങ്ങനെ പി ജയരാജനെ അടിച്ച് വീഴ്ത്തി. അവിടുത്തെ CPM-ൻ്റെ കരുത്തൻ, കണ്ണൂരിലെ ജയരാജാക്കന്മാരിൽ നടുനായകനായിട്ട് നിൽക്കുന്ന പി ജയരാജനെ വീഴ്ത്തിക്കൊണ്ട് വടകരയിൽ നിന്ന് പാർലമെൻറ്റിലെത്തി. വടകരയിൽ അങ്ങനെ വിജയശ്രീലാളിതനായിട്ട് നിൽക്കുമ്പോൾ ആണ് അവിടെ നിന്ന് നേരെ നേമത്തേക്ക് കൊണ്ടുവരുന്നത്. 2021 നേമത്ത് BJPയുടെ ഓഫീസ് പൂട്ടിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ആരാണോ പൂട്ടിച്ചതെന്ന് അറിയത്തില്ല, ശിവൻകുട്ടിയാണോ മുരളിയാണോ, എന്തായാലും പൂട്ടിച്ചു. തിരികെ പോയി വടകരയിൽ. 24 തെരഞ്ഞെടുപ്പിന് പോസ്റ്റർ വരെ അടിച്ചു, ചുവരെഴുത്തും തുടങ്ങി. അവിടുത്തെ ജനങ്ങളുമായിട്ടൊക്കെ വലിയ ബന്ധമാണ്. എന്ത് ചെയ്തു? എല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ തൃശ്ശൂരിൽ പ്രതാപനുമെല്ലാം ചുവരെഴുത്തും തുടങ്ങി. മുരളീധരനെ വടകരയിൽ നിന്ന് വീണ്ടും വണ്ടി കയറ്റി തൃശ്ശൂർ ഇറങ്ങാൻ പറഞ്ഞു. തൃശ്ശൂർ ഇറക്കി. പ്രതാപൻ എന്ത് ചെയ്യാൻ? പ്രതാപം പാലും ചുരുട്ടി അവിടെ മാറി. തൃശ്ശൂരിൽ മുരളീധരനെ കാലുവാരികയും ചെയ്തു. കാലുവാരിയില്ലെങ്കിലല്ലേ ഉള്ളൂ അതിശയം. എന്തായാലും മുരളീധരൻ പറയുന്നത് എൻ്റെ ഗ്രാഫ് അങ്ങനെ താഴ്ന്നോട്ട് വന്നു. ഇനി എനിക്ക് തോന്നുന്നു വട്ടിയൂർക്കാവിലേക്ക് തന്നെ വരും മുരളീധരൻ. അതിനുള്ള ഒരുക്കമാണ് നടത്തുന്നത്. ഈ വട്ടിയൂർക്കാവിനെ വട്ടിയൂർക്കാവാക്കിയതിൽ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട് മുരളീധരൻ. ഉള്ളത് പറയാമല്ലോ. കോൺഗ്രസ്സുകാരെ നമ്മൾ എത്ര കുറ്റം പറഞ്ഞാലും ചിലരെയൊക്കെ നമുക്ക് അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. അക്കൂട്ടത്തിലൊന്നാണ് മുരളീധരൻ. വടകരയിലും അദ്ദേഹം ഒരു 5 വർഷ സമയത്ത് കാര്യങ്ങളൊക്കെ ചെയ്തു. 2024 അദ്ദേഹത്തിൻ്റെ വിജയം ഉറപ്പായിരുന്നു. അപ്പോൾ എന്തായാലും ഇദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഈ 26 തെരഞ്ഞെടുപ്പിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സ്ഥിരം കണ്ടുമടുത്ത മുഖങ്ങളൊക്കെ മാറ്റണം. ഇപ്പോൾ കണ്ടില്ലേ, KPCCയുടെ ഈ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ട് നിയമിച്ചതിൽ ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ്, അനിൽകുമാർ ഒക്കെ ഉണ്ടായി. അതൊരു പുതു തലമുറയ്ക്ക് മാറിക്കൊടുത്തു. പഴയ മുഖങ്ങളൊക്കെ മാറണം. കടൽക്കിഴവന്മാരെല്ലാം മാറിക്കൊടുക്കണം എന്നർത്ഥം. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം തുടങ്ങട്ടെ. മുരളീധരൻ പറഞ്ഞത് നടക്കുമോ എന്ന് നമുക്കറിയാൻ നേരം. ഈ കടൽക്കിഴവന്മാരെല്ലാം ഉന്തിത്തള്ളി കയറും. ആയുസ് കുറഞ്ഞാലും കുറഞ്ഞാണ് വരുന്നതെങ്കിലും ആർത്തി കുറയാത്തവരാണ് കോൺഗ്രസ് പാർട്ടിയിലുള്ളവർ. അതുകൊണ്ട് എന്തായാലും മുരളീധരൻ ചില സത്യമൊക്കെ തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ KPCC ആസ്ഥാനത്ത് കാണാൻ കഴിഞ്ഞത്.